നമ്മള് ഇപ്പൊ നിങ്ങള് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്നെ ഇങ്ങനെ ഒരു ഛോട്ടാ വിപിൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും കണ്ടിരുന്നോ? വിപിൻ ചേട്ടൻ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. പൊക്കം കുറഞ്ഞ ഒരാളായിട്ട് ജനിച്ചപ്പോ ജനിച്ചിങ്ങനെ സ്കൂളിലേക്കൊക്കെ എത്തിപ്പെടുന്ന സമയത്ത്, സ്കൂളിലെത്തുന്ന സമയത്ത് ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിട്ടിരുന്നു. നിങ്ങളൊക്കെ പഠിക്കാൻ പോയ സമയത്ത് നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഒരുമിച്ച് കളിക്കുകയും രസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വിപിൻ ചേട്ടനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് വിപിൻ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ തയ്യാറെടുക്കുന്ന സമയത്താണ് വേറെ ബുദ്ധിമുട്ടുകൾ വിപിൻ ചേട്ടൻ നേരിടാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം എൻ്റെ മാതാപിതാക്കള് അറിയുന്നത്. നിങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ജീവിതത്തിലുണ്ട് അല്ലേ? ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിലേക്ക് കയറി, സ്കൂൾ ബസ്സിൽ കയറി അവിടെ നിന്ന് സ്കൂളിലെത്തി പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതായത് പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തപ്പോ വിപിൻ ചേട്ടൻ ആദ്യമായിട്ട് വാങ്ങിച്ച് അച്ഛൻ തന്നത് ഒരു അലൂമിനിയത്തിന്റെ പണ്ടത്തെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടിയുണ്ട്. ഇന്നത്തെ പോലെ ബാഗൊന്നും അല്ല അന്ന്. അപ്പൊ ആ പെട്ടി ചേട്ടന് വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിച്ചു തന്നു. ഈ പെട്ടിയുമായിട്ട് ചേട്ടൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ അച്ഛന് വല്ലാത്തൊരു പേടിയായിരുന്നു. എന്താണെന്നറിയാവോ? ചേട്ടൻ ഈ പെട്ടി പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക എന്നുള്ള ഒരു വല്ലാത്തൊരു ഭയം അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ആദ്യമായിട്ട് ഉണ്ടായി. അപ്പോ ജനിച്ച സമയത്ത് കൊച്ചു തീരെ പൊക്കമൊന്നുമില്ലാത്ത ഒരാളായിട്ട് തോന്നിച്ചെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് വരില്ല. കാലം സമയം പോകുന്നതനുസരിച്ച് അതൊക്കെ മാറുമെന്ന് മാറ്റം വരുമെന്ന് ചിന്തിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് പഠിച്ചിരുന്ന കാലത്താണ്. ചേട്ടൻ പഠിച്ചിരുന്ന സമയത്ത് ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ദിവസം ഈ പെട്ടിയും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ചേട്ടൻ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പെട്ടി കയ്യിൽ താങ്ങി പിടിച്ചിറങ്ങുമ്പോൾ അച്ഛൻ വല്ലാതെ വേദനിച്ചു. ആ സമയത്താണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന പോലെ ഒരു ചേട്ടൻ, തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു, വിപിന്റെ പെട്ടി ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് പോകാം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ് ഈശ്വരൻ എനിക്ക് ആദ്യമായിട്ട് സഹായമായിട്ട് വരികയാണ്. അപ്പോ പൊക്കക്കുറവിന്റെ ആ ഒരു വിഷമങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം ആദ്യമായിട്ട് ഒരാളെ ഏൽപ്പിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ചേട്ടനാണ് എൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളൊക്കെ പോകുന്ന സുഗമമായ ഒരു പാതയല്ല. ഇടവഴികളിലൂടെ, നാട്ടുവഴികളിലൂടെയൊക്കെ നടന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ ഈ സമയത്തെല്ലാം ഞങ്ങൾക്കൊരു വലിയൊരു സൗഹൃദ വലയം, സുഹൃത്ത് ബന്ധങ്ങള് ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു പേര് പറയാൻ പറ്റില്ലേ? നിങ്ങൾക്ക് പറ്റും. നല്ലൊരു പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും, എൻ്റെ കൂട്ടുകാരൻ ഇന്ന ആളാണെന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിലും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ ഒരു സൗഹൃദത്തിൽ നിന്നുകൊണ്ട് ഞങ്ങള് സ്കൂളിലേക്ക് നടന്ന് പോകുമായിരുന്നു. അപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയി ഓരോ ദിവസവും കടന്ന് ഇങ്ങനെ പോകുന്നതിനിടയിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് അന്നും ഞങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. സ്കൂളിൽ തന്നെ മൊത്തത്തില് സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു 10 വർഷക്കാലം ചേട്ടായി പഠിക്കുമ്പോൾ. അപ്പോ ഈ 10 വർഷവും ഏറ്റവും ചെറിയ ഒരു കുട്ടിയായിട്ട് ഞാൻ അവിടെ പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ ഈ 10, 45, 50 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ എന്നെ എടുത്ത് മടിയിലിരുത്തി ക്ലാസ് എടുക്കുമായിരുന്നു. നിങ്ങൾ അന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ അധ്യാപകര്
വളരെ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയൊക്കെ മടിയിലിരുത്തി പഠിപ്പിക്കുന്ന ആ ഒരു നിമിഷം, അതായത് ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റാർ പദവി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. നമുക്ക് ജീവിതത്തിൽ ഇത്രയും കുട്ടികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം അവിടെ ഉണ്ടായി എനിക്ക്. എങ്ങനെ? ആ അധ്യാപകന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അന്നേ ദിവസത്തെ ക്ലാസ് പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അവിടെ ദൈവം തന്നു. അപ്പോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ചേട്ടൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് ചേട്ടനൊരു വിഷമം ഉണ്ടായി. അത് കഴിഞ്ഞ് ചേട്ടൻ യാത്ര ചെയ്യുന്ന വഴികളിൽ ചേട്ടന് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടന് എവിടേക്കാണോ എല്ലാ കുട്ടികളും എത്തിയത്, ആ വിദ്യാലയത്തില് ചേട്ടനെ കാത്തിരുന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്താണ്? ചേട്ടന്റെ വൈകല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചേട്ടന്റെ അധ്യാപകര് ചേട്ടനെ ചേർത്ത് പിടിച്ചു. അപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകർക്കൊക്കെ സ്നേഹമായി വന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതായത് ഒരു ഹീറോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഹീറോയിനെ പോലെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ മറ്റു കുട്ടികൾക്കും എന്നോട് വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായി. അധ്യാപകർ എങ്ങനെയാണോ എന്നെ ചേർത്ത് പിടിച്ചത്, അതുപോലെ തന്നെ മറ്റു കുട്ടികളും എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി. പിന്നീട്